പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ മക്കളെ, ഞാൻ ഇന്നലെ വിശുദ്ധ കുർബാനയുടെ ഒരു ചെറിയൊരു ഇത് ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. മക്കളെ, ഞാൻ പറഞ്ഞല്ലോ 7 മണിക്കൂറത്തോളം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ധ്യാനിക്കുകയും അതിനുശേഷം വിശുദ്ധ കുർബാന അർപ്പിച്ച് ചില ദൈവമക്കൾ സ്വീകരിച്ച് കഴിയുമ്പോൾ അത് കണ്ടാലും കണ്ടില്ലെങ്കിൽ യേശുവിൻ്റെ രക്തവും മാംസം തന്നെയാണ്. എന്നാലും ഒരു 6-7 പേർക്കെങ്കിലും 6-7 പേർക്ക് അത് രക്തവും മാംസമായിട്ട് മാറിയിട്ടുണ്ട് നാവിൽ. ഈ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ നവംബറിൽ നടന്നൊരു വലിയൊരു അത്ഭുതം. ഏറ്റവും ലാസ്റ്റ് നടന്നത് അതാണ്. കുർബാന സ്വീകരണം നടക്കുന്നു. കുർബാന സ്വീകരണം നടക്കുമ്പോൾ അതും എന്നെ സക്രാരിയാക്കും ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ക്യാമറ ഓണായിരുന്നു. സ്നേഹമുള്ളവരെ, അത് നാവിൽ സ്വീകരിച്ച ഉടനെ അത് രക്തവും മാംസമായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. കണ്ട, ഒരു 6-7 പേർക്കെങ്കിലും നമ്മുടെ ധ്യാനത്തിൽ ദിവ്യകാരുടെ സ്വീകരിച്ച ഉടനെ രക്തമാംസമായിട്ട് മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ ഈ പീഡാനുഭവ തപസ് കാലഘട്ടത്തിലാണല്ലോ. തപസ് കാലഘട്ടം, അതായത് നോമ്പ് കാലഘട്ടം. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് യാഗമായി മാറിയ കർത്താവിനെ ഒന്ന് നോക്കാം. കുരിശിലേക്കൊന്ന് നോക്കാം. ആകാശത്തിന് ഭൂമിക്ക് മധ്യ 3 ആണികളാൽ എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ട കർത്താവ് ഈശോയെ 5 മുറിവുകളിലേക്ക് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. മോനെ മോളെ, നിന്റെ ഏതൊക്കെ വേദനകളായിരുന്നാലും, ഏത് കഷ്ടപ്പാടുകളായിരുന്നാലും, ഏത് ദുരിതങ്ങളായിരുന്നാലും, നിന്റെ നിയോഗങ്ങളും എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയുടെ വിലാപ്പുറത്തേക്കോ ഈശോയുടെ ഉള്ളംകൈയിലേക്കോ. സ്നേഹമുള്ള ഒരു 5 മുറിവുകളുണ്ട്. കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ ഹെബ്രായ ലേഖനം 9:22 ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു: നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്തിലാണ് ശുദ്ധീകരിക്കുക, രക്തം ചിന്തൽ കൂടാതെ പാപമോചനമില്ല. കണ്ടോ? അപ്പോൾ മോനെ മോളെ, നീ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ അതേത് തന്നെയായാലും, ഒരു കാര്യസാധ്യത മാത്രം പോരാ, ഒരു ആത്മീയ വളർച്ചയ്ക്ക് നമ്മൾ ധ്യാനിക്കണം, ആഗ്രഹിക്കണം. ഈശോ നിനക്ക് വേണ്ടി മുറിക്കപ്പെട്ട ആ മുറിവിലേക്ക് സമർപ്പിക്കുക. നമ്മുടെ ആത്മീയ വളർച്ചയും നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളും, മക്കളെ, നിൻ്റെ കടഭാരങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, സമാധാനമില്ലാത്ത അവസ്ഥകൾ, ഒരു വീടില്ലാത്ത അവസ്ഥകൾ, തൊഴിലിന് പോയിട്ടൊന്നും കിട്ടാത്ത അവസ്ഥകൾ, കൃഷി ചെയ്തിട്ടൊന്നും കിട്ടാത്ത അവസ്ഥകൾ, വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങൾ, അതായത് നിൻ്റെ പ്രതിസന്ധികൾ ഏതാണോ, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം നീ പ്രാർത്ഥിക്കുക. എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒന്ന് സ്തുതിക്കാം. നമുക്ക് സ്തുതിക്കുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി കീറി മറിക്കപ്പെട്ട കർത്താവിൻ്റെ 5 മുറിവിലേക്ക് നമുക്ക് നോക്കാം. 5 മുറിവുകൾ. എന്തിനാണ് ഈശോ നിനക്ക് വേണ്ടി യാഗമായി മാറിയത്? നിന്റെ രക്ഷിപ്പാനാ, നിന്റെ എല്ലാ പാവങ്ങളും എടുത്ത് മാറ്റാനാ. മക്കളെ, നമ്മുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ നിയോഗങ്ങൾ, ഭാവിയായി എനിക്കും നിൻ്റെ നിയോഗങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ സമർപ്പിക്കുക. ഈ 13-ാം തീയതി താമസമുള്ള ധ്യാനം തക്കെന്ന് വടക്കെന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് ബുക്ക് ചെയ്തെല്ലാം ഒരു തടസ്സമില്ലാണ്ട് വരുവാനും, അവരുടെ ആ മണ്ണിൽ കാലുകുത്തുമ്പോൾ തന്നെ ഒരു അനുഗ്രഹമായി മാറുവാനും. നൊയിമ്പിലെ ധ്യാനമാണ്, നല്ല തകർപ്പൻ ധ്യാനമായിരിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ ധ്യാനം തന്നെ ഭയങ്കര 100% വിജയമായിരുന്നു. ഹല്ലേലൂയ. ഭയങ്കര റിസൾട്ട് അല്ലായിരുന്നു. അറിയാമല്ലോ, നിങ്ങൾ വന്നതാണല്ലോ. കുരിശിലേക്ക് നമ്മുടെ കണ്ണുകൾ ഓടിക്കാം. സങ്കീർത്തനം 34:5 പറയുന്നത് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായെന്ന്. നമുക്ക് ഈശോയുടെ മുറിവിലേക്കൊന്ന് നോക്കി ധ്യാനിക്കാം. ബന്ധിതനാമീശോ നിൻ ബന്ധനത്താലിൻ ബന്ധനമഴിയുന്നല്ലോ. ബന്ധിതനാമീശോ നിൻ ബന്ധനത്താലൻ ബന്ധനമഴിയുന്നല്ലോ. മക്കളെ, നിങ്ങളുടെ ആവശ്യങ്ങൾ ഏത് തന്നെയായിരുന്നാലും മനസ്സുകൊണ്ടൊന്ന് സ്തുതിച്ച്, ദൈവമേ, ഈ സ്വരം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് അഭിഷേകം ഉണ്ടാകട്ടെ. ഇതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, ശാപപാപ ബന്ധനങ്ങൾ മാറട്ടെ, അവരുടെ എല്ലാ നിയോഗങ്ങളും സാധിച്ചു കൊടുക്കണമേ. അത്ഭുതങ്ങളുടെ രാജാവേ, അടയാളങ്ങളുടെ രാജാവേ, ഈ നിമിഷം തന്നെ ഒരു വിടുതൽ കൊടുക്കണമേ. എഫാത്ത 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 എഫാത്ത.
തുറക്കപ്പെടട്ടെ എന്നർത്ഥം. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, തുറക്കപ്പെടട്ടെ യേശുനാമത്തിൽ. നീതിമാനായ വിശുദ്ധ ഔസേപിതാവേ, മേരി മാതാവേ, സകല വിശുദ്ധരെ, സെന്റ് സെബാസ്റ്റ്യൻ, സെന്റ് ആന്റണി, സെന്റ് ജോർജയെ പ്രാർത്ഥിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ബethel മാതാവേ, ഇന്ന് മാതാവിൻ്റെ ദിനമാണല്ലോ, പ്രാർത്ഥിക്കണമേ. എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ബന്ധിതനാമീശോ, ബന്ധിതനാമീശോ, നിൻ ബന്ധനത്താലൻ ബന്ധനമഴിയുന്നല്ലോ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. ഉൾക്കിരീടത്തുനിന്ന് ഒഴുകിയ തിരുരക്തം ഞങ്ങളെല്ലാവരുടെ മേലെ ഒഴുകട്ടെ. ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലെ, സ്ഥാപനങ്ങളുടെ മേലെ, ധ്യാനകേന്ദ്രത്തിൻ്റെ മേലെ, വാഹനങ്ങളുടെ മേലെ, തൊഴിലുകളുടെ മേലെ തിരുരക്തം ഒഴുകി ശാപപാപ ബന്ധനങ്ങൾ നീക്കണമേ. ഇവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കണമേ. കടഭാരങ്ങൾ മാറ്റണമേ. മക്കൾ ദൈവീകമായി വളരട്ടെ, വിശുദ്ധിയിൽ വളരട്ടെ. കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെ തൊഴിലുകൾ ആസ്വദിച്ച് അനുഗ്രഹം പ്രാപിക്കട്ടെ. അമീൻ, 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 അമീൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. മാതാവേ, പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവിൻ പുത്രൻ പരിശുദ്ധാത്മാവിനെ സ്തുതി. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഇരിക്കട്ടോ.